ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക്ഡ് ആൻഡ് അൺപാക്ക്ഡ് PCDയെ കുറിച്ചിട്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിനകത്ത്. ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. അതിനകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് സെക്ഷനായിട്ടുള്ള ലോജിക് ഫാമിലിയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ലോജിക് ഫാമിലി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം ലോജിക് ഡിജിറ്റൽ IC അഥവാ ലോജിക് ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ TTL RTL ട്രാൻസിസ്റ്റർ ലോജിക്കുകളും അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാര്യം നമ്മൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അഥവാ വാട്ട് ഈസ് IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സുകളെയാണ് നമ്മൾ IC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവ നമ്മൾ ഓൾറെഡി ലാബിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞത് അല്ലേ. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ടൈനി സെമി കണ്ടക്ടർ ചിപ്പ് ഇൻ വിച്ച് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് ആർ ഫാബ്രിക്കേറ്റഡ്. ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസുകൾ ഫാബ്രിക്കേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ടൈനി സെമി കണ്ടക്ടർ ചിപ്പിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അഥവാ IC എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഡിജിറ്റൽ ഫാമിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കോമ്പാറ്റിബിൾ ഡിവൈസസ് വിത്ത് ദ സെയിം ലോജിക് വോൾട്ടേജ് ലെവൽ ആൻഡ് DC സപ്ലൈ വോൾട്ടേജ്. സെയിം DC വോൾട്ടേജ് ലെവലും DC സപ്ലൈ വോൾട്ടേജുകളും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പാറ്റബിൾ ഡിവൈസസുകളെയാണ് നമ്മൾ ഡിജിറ്റൽ ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും ലോജിക് ഫാമിലി അഥവാ ഡിജിറ്റൽ ICയുടെ ക്ലാസിഫിക്കേഷൻ. ഈ ലോജിക് ഫാമിലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ബൈപോളാർ ആൻഡ് യൂണിപോളാർ. ബൈപോളാർ എന്നും യൂണിപോളാർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബൈപോളാറിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. അൺസാച്ചുറേറ്റഡിനെ വീണ്ടും രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഷോർട്ട് കീ TTLും എമിറ്റർ കപ്പിൾഡ് ലോജിക് അഥവാ ECL എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബൈപോളാറിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. നൗ മൂവിങ് ടു യൂണിപോളാർ. യൂണിപോളാറിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് PMOS അഥവാ P ചാനൽ മോസ്ഫെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ് മോസ്ഫെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് NMOS അഥവാ N ചാനൽ മോസ്ഫെറ്റ്. അതും മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ് മോസ്ഫെറ്റ് എന്നത്. ആൻഡ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ CMOS അഥവാ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ലോജിക് ഫാമിലിയെ നമ്മൾ പറഞ്ഞു ബൈപോളാറും യൂണിപോളാറും. ബൈപോളാറിന് വീണ്ടും സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും, അൺസാച്ചുറേറ്റഡ് വീണ്ടും ഷോർട്ട് കീ TTLും ECLും. അതുപോലെ യൂണിപോളാറിന് വീണ്ടും 3 PMOSും NMOSും CMOSും. ഇങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ IC അഥവാ ലോജിക് ഫാമിലിയെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ലോജിക് ഫാമിലിയുടെ അഥവാ ഡിജിറ്റൽ ICയുടെ സം ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് അഥവാ ഫീച്ചേഴ്സ് ഓഫ് ലോജിക് ഫാമിലിയാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ പാരാമീറ്ററാണ് പ്രൊപ്പഗേഷൻ ഡിലേ അഥവാ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ ഗ്രാഫിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു ഇൻപുട്ട് സെക്ഷനും അടങ്ങിയിട്ടുണ്ട്, ഒരു ഔട്ട്പുട്ട് സെക്ഷനും അടങ്ങിയിട്ടുണ്ട്. ഇൻപുട്ടിനകത്ത് നമുക്ക് കാണാം ഒരു ഗ്രാഫും ഒരു ലൈനും വരച്ചിട്ടുണ്ട്. നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഇതിൽ നോക്കൂ, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് കൊടുക്കുന്ന അപ്പം തന്നെ കിട്ടാത്ത ഒരു ചെറിയൊരു താമസം, ഇതിനെയാണ് നമ്മൾ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതുപോലെ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് ഗേറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യത്തില്ല, അതിൻ്റെ ഇൻപുട്ടിലുണ്ടാകുന്ന വ്യതിയാനത്തിന് തുല്യമായിട്ട് ഔട്ട്പുട്ടിൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അതേ സമയത്ത് അഥവാ ഇൻസ്റ്റൻറ്റേനിയസ്ലി എന്തുണ്ടാവില്ല,
ഔട്ട്പുട്ടിനകത്ത് ചേഞ്ച് വരത്തില്ല. ഈ ഒരു എന്ത് പറയുക, നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, ഒരു ഡിലേക്ക് ശേഷമായിരിക്കും. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് പറഞ്ഞത്, ദർ ഇസ് എ ടൈം ഡിലേ ബിറ്റ്വീൻ ദീസ് ടു ഇവൻറ്റ്സ് വിച്ച് ഇസ് കോൾഡ് ആസ് പ്രൊപ്പഗേഷൻ ഡിലേ. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രാഫിനകത്ത് കണ്ടു ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നമ്മൾ ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് എന്തുണ്ട്, ഔട്ട്പുട്ടിലും ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും കാണിച്ചിട്ടുണ്ട്. നമുക്ക് കൊടുത്തിട്ടുള്ള ഇൻപുട്ടും കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടും തമ്മിൽ എന്തുണ്ട്, ഒരു സ്മോൾ ഡിലേ കാണിക്കുന്നുണ്ട്. അതാണ് നമുക്ക് 2 പോർഷനായിട്ട് കാണിക്കും. TPHLുമുണ്ട്, TPLHുമുണ്ട്. 2 സൈഡിലും എന്തുണ്ട്, നമുക്ക് ഡിലേ കാണിക്കുന്നുണ്ട്. TPHLുണ്ട്, TPLHുമുണ്ട്. 2 പോർഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. Propagation delay is defined as the time delay between the instant of application of an input pulse and instant of occurrence of corresponding output pulse. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താ പറഞ്ഞത്, ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുണ്ടാവുന്ന ഒരു സ്മോൾ ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലെങ്കിൽ സ്മോൾ ഡിലേ, ഒരു ഗ്യാപ്പ്, ഇതിനാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. നൗ generally propagation delay is measured between points corresponding to 50% level. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ലെവലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഓൾമോസ്റ്റ് പ്രൊപ്പഗേഷൻ ഡിലേകൾ മെഷർ ചെയ്യാറുള്ളത്. Now it may be observed that there are following 2 propagation delay. 2 propagation delay ആണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഫിഗറിനകത്ത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് TPHLും TPLHും. എന്ന് വെച്ച് കഴിഞ്ഞാൽ TPHL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the propagation delay measured when the output is making transition from high to low. ഹൈ സ്റ്റേറ്റിൽ നിന്നും ലോ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രൊപ്പഗേഷൻ ഡിലേ ആണ് നമ്മൾ TPHL എന്നായിട്ട് മെഷർ ചെയ്തിട്ടുള്ളത്. TPHL എന്ന് നമ്മൾ മെഷർ ചെയ്തിട്ടുള്ളത് ഹൈയിൽ നിന്നും ലോയിലോട്ട് പോകുമ്പോഴുള്ള പ്രൊപ്പഗേഷൻ ഡിലേ ആണ് നമ്മൾ TPHL എന്ന് മെഷർ ചെയ്തിട്ടുള്ളത്. അതുപോലെ TPLH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the propagation delay measured when the output makes transition from low to high. ലോയിൽ നിന്നും ഹൈയിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ട്രാൻസിഷൻ ഡിലേക്കാണ് നമ്മൾ എന്ത് പറയുക, TPLH എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോയിൽ നിന്നും ഹൈയിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ, ഇതിനെയാണ് നമ്മൾ TPLH എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് പ്രൊപ്പഗേഷൻ ഡിലേ അഥവാ TP എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഡിലേ ഈസ് ദ ആവറേജ് ഓഫ് 2 ഡിലേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രൊപ്പഗേഷൻ ഡിലേ TP ഇസ് ഈക്വൽ ടു TPHL പ്ലസ് TPLH ഡിവൈഡഡ് ബൈ 2. എന്ന് വെച്ചാൽ ഹൈയിൽ നിന്നും ലോ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിലേ പ്ലസ് ലോയിൽ നിന്നും ഹൈ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസിഷൻ ഡിലേ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഓവറോൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത പാരാമീറ്ററാണ് പവർ ഡെസിപ്പേഷൻ. അപ്പോൾ ലോജിക് ഫാമിലി അഥവാ ഡിജിറ്റൽ ICയുടെ ഒന്നാമത്തെ പാരാമീറ്റർ നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൊപ്പഗേഷൻ ഡിലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താ, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ചേഞ്ച് ചെയ്യാത്തതാണ്. ദർ ഇസ് എ ടൈം ഡിലേ. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ആവറേജ് പ്രൊപ്പഗേഷൻ ഡിലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. TPHL പ്ലസ് TPLH ഡിവൈഡഡ് ബൈ 2 ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ പാരാമീറ്ററാണ് പവർ ഡെസിപ്പേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് applied voltage and current flowing through the logic ICs, some power will be dissipated in it in the form of heat. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈഡ് വോൾട്ടേജും കറണ്ടും ഒരു ലോജിക് ICയിലൂടെ കറണ്ടോ വോൾട്ടേജോ കടന്നു പോകുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, പവർ ഡെസിപ്പേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഡെസിപ്പേറ്റ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് പവർ എന്നത് ഹീറ്റിൻ്റെ രൂപത്തിലായിരിക്കും. പവർ നമ്മൾ മെഷർ ചെയ്യുന്നത് മില്ലി വാട്ട്സിലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പവർ ഈസ് ഇൻ മില്ലി വാട്ട്സ്. മില്ലി വാട്ട്സ് ആണ് പവറിൻ്റെത്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും,
എക്സസ് ആയിട്ട് കൂടുതൽ എക്സസീവ് ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഐ സി ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഐ സി ഡാമേജ് ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കെയർ ഷുഡ് ബി ടേക്കൺ ടു റെഡ്യൂസ് ദ പവർ ഡെസിപ്പേഷൻ. പവർ ഡെസിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെയർ ഷുഡ് ബി ടേക്കൺ, കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ ഐ സി ഫ്രം ഡാമേജ്, ഐ സി ഡാമേജ് ആവുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പവർ ഡെസിപ്പേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തണം. നൗ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോഡക്റ്റ് ഓഫ് പവർ ഡെസിപ്പേഷൻ ആൻഡ് പ്രൊപ്പഗേഷൻ ഡിലേ ഓർ പ്രൊപ്പഗേഷൻ ടൈം ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ പവർ ഡെസിപ്പേഷൻ്റെയും പ്രൊപ്പഗേഷൻ ഡിലേയുടെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ദെർഫോർ റെഡ്യൂസ്ഡ് പവർ ഡെസിപ്പേഷൻ മേ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ഇൻ പ്രൊപ്പഗേഷൻ ഡിലേ. എന്ന് വെച്ചാൽ പവർ ഡെസിപ്പേഷൻ, കുറഞ്ഞ പവർ ഡെസിപ്പേഷൻ ആണെങ്കിൽ എന്തായിരിക്കും, പ്രൊപ്പഗേഷൻ ഡിലേ കൂടുതലാവാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത്. ദെർഫോർ പവർ ഡെസിപ്പേഷൻ പി ഇസ് ഈക്വൽ ടു വി സി സി ഇൻറ്റു ഐ സി. വി സി സി ഇൻറ്റു ഐ സി എന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്, പവർ ഡെസിപ്പേഷൻ ഇൻറ്റു പ്രൊപ്പഗേഷൻ ഡിലേ ആയിരിക്കും എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടില്ല. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നു പി ഇസ് ഈക്വൽ ടു വി സി സി ഇൻറ്റു ഐ സി. നമ്മൾ പഠിച്ചിട്ടില്ലേ, പി ഇസ് ഈക്വൽ ടു വി ഐ. സിമിലർലി പി ഇസ് ഈക്വൽ ടു വി സി സി ഇൻറ്റു ഐ സി സി. വി സി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വോൾട്ടേജ് ടു ഐ സിയും ഐ സി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറൻറ്റ് ഡ്രോൺ ഫ്രം ദ സപ്ലൈ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പി ഇസ് ഈക്വൽ ടു വി സി സി ഇൻറ്റു ഐ സി സി എന്നതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ പ്രൊപ്പഗേഷൻ ഡിലേയും രണ്ടാമത്തേത് പവർ ഡെസിപ്പേഷനും. പവർ ഡെസിപ്പേഷൻ നമുക്കറിയാം എന്താണ്, സപ്ലൈഡ് വോൾട്ടേജ് കറൻറ്റും ഒരു ലോജിക് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് പവർ ഡെസിപ്പേറ്റ് ചെയ്യും. അത് ഹീറ്റിൻ്റെ രൂപത്തിലായിരിക്കും മില്ലി വാട്ട്സിലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പാരാമീറ്റർ. ഇനി 3, 4, 5 പാരാമീറ്ററാണ് ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഇൻ എന്നാണ് മൂന്നാമത്തെ പാരാമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തേത് ഫാൻ ഔട്ടും അഞ്ചാമത്തേത് സ്പീഡ് പവർ പ്രൊഡക്റ്റും. ഇതാണ് ഇനി 3 പാരാമീറ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫാൻ ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is defined as the number of inputs a gate has. ഒരു ഗേറ്റിനകത്തുള്ള നമ്പർ ഓഫ് ഇൻപുട്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാൻ ഇൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the maximum number of input of the same IC family that a gate can drive without falling outside the specified voltage limit. അഥവാ it is defined as the number of similar gate that a logic gate can drive. എന്ന് വെച്ചാൽ ഫാൻ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സപ്പോസ് 4 ഗേറ്റ്, ഒരു സർക്യൂട്ടിനകത്ത് 4 ഗേറ്റുകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗേറ്റിൽ നമ്മൾ വോൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ആ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ടോട്ടൽ 4 ഗേറ്റില്ല സർക്യൂട്ടിനകത്തുള്ളത്, ആ കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ ഗേറ്റിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 3 ഗേറ്റുകളെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇതിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ദ നമ്പർ ഓഫ് ലോഡ്സ് ദാറ്റ് ഔട്ട്പുട്ട് ഓഫ് എ ഗേറ്റ് ക്യാൻ ഡ്രൈവ്. ഇതിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ സപ്പോസ് എക്സാമ്പിളായിട്ട് 4 ഗേറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ഒരു സർക്യൂട്ടറിയിൽ 4 ഗേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗേറ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ആ ഔട്ട്പുട്ട് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള 3 ഗേറ്റുകളെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ ഫാൻ ഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് പാരാമീറ്ററാണ് സ്പീഡ് പവർ പ്രൊഡക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് പവർ ഡെസിപ്പേഷൻ. സ്പീഡ് പവർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ്
പ്രൊപ്പഗേഷൻ ഡിലേയും പവർ ഡെസിപ്പേഷൻ്റെയും പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സ്പീഡ് പവർ പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്ക് ലോജിക് ഫാമിലി അഥവാ ഡിജിറ്റൽ ICക്കകത്ത് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രൊപ്പഗേഷൻ ഡിലേ ചെയ്തു, പവർ ഡെസിപ്പേഷൻ, ഫാൻ ഇൻ, ഫാൻ ഔട്ട്, സ്പീഡ്, പവർ, പ്രൊഡക്റ്റ്. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്ക് ഡിജിറ്റൽ ICക്കകത്ത് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് സോഴ്സിങ് എന്നുള്ള സെക്ഷനാണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ക്രീനകത്ത് നമുക്ക് കാണാൻ പറ്റും കറൻറ്റ് സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു ഗേറ്റ് വെച്ചിട്ടുള്ളൊരു ഫിഗറും രണ്ടാമത്തേതൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു ഫിഗറും. അപ്പം ഫിഗർ 1-നകത്ത് നമുക്ക് കാണാൻ പറ്റും 2 ഗേറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഗേറ്റിനെ നമ്മൾ ഡ്രൈവിംഗ് ഗേറ്റ് എന്നും രണ്ടാമത്തെ ഗേറ്റിനെ നമ്മൾ ലോഡ് ഗേറ്റ് എന്നും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തെ ഫിഗറിനകത്ത് നമുക്ക് കാണാം ഒരു ഡിവൈസ് കാണാൻ പറ്റും, ഒരു ബ്ലൂ കളറുള്ള ഒരു ഡിവൈസ് കാണാൻ പറ്റും. അതുപോലെ ഇതിൽ നിന്നും ലോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നൊരു ആരോ മാർക്ക് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കറൻറ്റ് സിങ്കിങ്ങിൽ +5 വോൾട്ട് ഡിവൈസിലോട്ട് കൊടുക്കുന്നു എന്നതും കറൻറ്റ് ഡിവൈസിൽ നിന്നും ഫ്ലോ ചെയ്യുന്നു, ഔട്ടിലോട്ട് ഫ്ലോ ചെയ്യുന്നു എന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിഗറിനകത്ത് കാണിക്കാൻ പറ്റും. ഇതിനകത്ത് ഫിഗർ എബോവ് ഇല്ലിസ്ട്രേറ്റ് കറൻറ്റ് സോഴ്സിങ് ആക്ഷൻ. ഈ കറൻറ്റ് സോഴ്സിങ് ആക്ഷനാണ് നമ്മുടെ മുകളിലെ ചിത്രം കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നാമത്തെ ഗേറ്റ് സോഴ്സ് ഗേറ്റായിട്ടും രണ്ടാമത്തേത് ലോഡായിട്ടും ആക്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ഒന്നാമത്തേത് ഡ്രൈവിംഗ് ഗേറ്റാണ്, രണ്ടാമത്തേത് ലോഡ് ഗേറ്റാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അത് ആക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്നത് ഹൈ ആയിരിക്കും. നമുക്കറിയാം 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ 2 ഇൻപുട്ടും സപ്പോസ് ലോ, ഇതും 0 ആണ്, അതുപോലെ ഇതും 0 ആണ്. നാൻഡ് ഗേറ്റിനകത്തുള്ള 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. നാൻഡ് ഗേറ്റിന് നമുക്കറിയാം 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതാണ് നാൻഡ് ഗേറ്റിനകത്ത് നമുക്ക് കാണാം. അതാണ് ഔട്ട്പുട്ട് ഓഫ് ഗേറ്റ് 1 ഈസ് ഹൈ എന്ന് കാണിക്കുന്നത്. അതുപോലെ കറൻറ്റ് സോഴ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ എ ലോഡ് ഈസ് കണക്റ്റഡ് ടു എ ഡിവൈസ് സോ ദാറ്റ് ദ ഡിവൈസ് സപ്ലൈസ് കറൻറ്റ് ടു ദി ലോഡ് ദെൻ ദ കോൺഫിഗറേഷൻ ഈസ് സെഡ് ടു ബി കറൻറ്റ് സോഴ്സിങ് എന്നത് ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വെൻ എ ലോഡ് ഈസ് കണക്റ്റഡ് ടു എ ഡിവൈസ്, ഒരു ഡിവൈസിലോട്ട് ലോഡ് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സോ ദാറ്റ് ദ ഡിവൈസ് സപ്ലൈസ് കറൻറ്റ് ടു ദ ലോഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഡിവൈസ് ലോഡിന് കറൻറ്റ് സപ്ലൈ ചെയ്യുന്നു. ഈ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറൻറ്റ് സോഴ്സിങ് എന്ന് പറയുന്നത്. അഥവാ ഡ്രൈവിംഗ് ഗേറ്റ് ലോഡ് ഗേറ്റിന് സപ്ലൈ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കറൻറ്റ് സോഴ്സിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 ഫിഗറിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ഫിഗറിൽ 2 നാൻഡ് ഗേറ്റുകളും വെച്ച് റെപ്രസെൻ്റ് ചെയ്തു, രണ്ടാമത്തെ ഫിഗർ ഒരു ഡിവൈസ് വെച്ചിട്ടും റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതിൽ നിന്നും ഗേറ്റ് 1 എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഗേറ്റാണ്, അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതുപോലെ ഡ്രൈവിംഗ് ഗേറ്റ് VCC എന്ത് ചെയ്യുന്നു, സപ്ലൈ നേരെ ലോഡ് ഗേറ്റിനോട്ട് കൊടുക്കുന്നു. ഈ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ കറൻറ്റ് സോഴ്സിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഡിവൈസ് ലോഡിലോട്ട് കൊടുക്കുന്നു. ഇതിനെ നമ്മൾ കറൻറ്റ് സോഴ്സിങ് എന്ന് പറയുന്നു. അതുപോലെ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് കറൻറ്റ് സിങ്കിങ്. നമ്മൾ സോഴ്സിങ് പഠിച്ചു, 1 2 കൊടുക്കുന്നു, അഥവാ ഡ്രൈവിംഗ് ഗേറ്റ് ലോഡിലോട്ട് കൊടുക്കുന്നു, അഥവാ ഡിവൈസ് ലോഡിലോട്ട് കൊടുക്കുന്നു. ഇതാണ് കറൻറ്റ് സോഴ്സിങ്. അതുപോലെ കറൻറ്റ് സിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട്, എന്ന് വെച്ചാൽ ഇതിനകത്തും എന്തുണ്ട്, ഗേറ്റ് 1 എന്ന് പറഞ്ഞത് ഡ്രൈവിംഗ് ഗേറ്റുമുണ്ട്, ഗേറ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോഡ് ഗേറ്റുമുണ്ട്. അതുപോലെ ഡിവൈസ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ലോഡ് കാണിച്ചിട്ടുണ്ട്. ലോഡിൽ നിന്നും ഡിവൈസിനകത്തോട്ടാണ് ആരോ മാർക്ക് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. കറൻറ്റ് ഫ്ലോസ് ഇൻ ടു ദി ഡിവൈസാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ.
അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ഈ രണ്ട് ഫിഗറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കറൻറ്റ് സിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a load is connected to a device so that current flows from the power supply through the load and into the device. കറൻറ്റ് സോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുക? ഒരു ലോഡ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോഡ് വഴി എന്താ ചെയ്യുക? പവർ സപ്ലൈ ലോഡ് വഴി നമ്മൾ ഡിവൈസിനകത്തോട്ട് കയറുന്നു. പവർ സപ്ലൈ ലോഡ് വഴി ഡിവൈസിനകത്തോട്ട് കയറും. ഇതാണ് കറൻറ്റ് സിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ കറൻറ്റ് സിങ്കിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലോഡ് ഗേറ്റ് നേരെ നോക്കൂ. ലോഡ് ഗേറ്റ് സപ്ലൈസ് ടു ദി ഡ്രൈവിംഗ് ഗേറ്റ്. ഡ്രൈവിംഗ് ഗേറ്റിലോട്ടാണ് ലോഡ് ഗേറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു കോൺഫിഗറേഷനാണ് നമ്മൾ സിങ്കിങ് കറൻറ്റ് അഥവാ കറൻറ്റ് സിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറൻറ്റ് സോഴ്സിങ്ങും പഠിച്ചു, കറൻറ്റ് സിങ്കിങ്ങും പഠിച്ചു. കറൻറ്റ് സോഴ്സിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ഗേറ്റ് 1 ഡ്രൈവിങ്ങും ഗേറ്റ് 2 എന്ന് പറഞ്ഞത് ലോഡും. ഡ്രൈവിംഗ് ഗേറ്റ് സപ്ലൈസ് ടു ലോഡ് ഗേറ്റ്. ഡ്രൈവിംഗ് ഗേറ്റിൽ നിന്നും ലോഡ് ഗേറ്റിലോട്ട് സപ്ലൈ ചെയ്യുന്നു, അഥവാ ഡിവൈസിൽ ലോഡിലോട്ട് കൊടുക്കുന്നു. ഡിവൈസിൽ നിന്നും ലോഡിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ കറൻറ്റ് സോഴ്സിങ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കറൻറ്റ് സിങ്കിങ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഗേറ്റിൽ നിന്നും തിരിച്ച് ഡ്രൈവിംഗ് ഗേറ്റിലോട്ട് കൊടുക്കുന്നു, അഥവാ സപ്ലൈ ലോഡ് വഴി ഡിവൈസിനകത്തോട്ട് എത്തുന്നു. ഈ ഒരു കോൺഫിഗറേഷനെയാണ് നമ്മൾ കറൻറ്റ് സിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. കറൻറ്റ് സോഴ്സിങ് എന്താണെന്ന് പഠിക്കുക, കറൻറ്റ് സിങ്കിങ് എന്താണെന്നുള്ള ടോപ്പിക്കും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക് ഫാമിലികളെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ലോജിക് ഫാമിലിയെ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് RTL എന്ന് വെച്ചാൽ റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്കാണ് ഒന്നാമത്തെ ഫാമിലി. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് DTL ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക്കാണ് പിന്നീട് പഠിക്കാനുള്ളത്. അതുപോലെ TTL എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ ലോജിക്. ഈ 3 ലോജിക് ഫാമിലിയെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലോജിക് ഫാമിലി ആയിട്ടുള്ള റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്ക് നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കൂ, ഈ സ്ക്രീനിനകത്ത് നമുക്ക് കാണാൻ പറ്റും എന്ത്? ഒരു ട്രൂത്ത് ടേബിളും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു സർക്യൂട്ടറി കൊടുത്തിട്ടുണ്ട് അല്ലേ. RTL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ, T എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററാണ്, L എന്ന് പറഞ്ഞാൽ ലോജിക്. അപ്പോൾ ഇതിനകത്തുള്ള സർക്യൂട്ടറിക്കകത്ത് നമുക്ക് കാണപ്പെടുന്നത് റെസിസ്റ്ററുകളും ട്രാൻസിസ്റ്ററുകളും ഉള്ളതായിരിക്കും. റെസിസ്റ്ററിൻ്റെയും ട്രാൻസിസ്റ്ററിൻ്റെയും കോമ്പിനേഷനായിരിക്കും നമുക്ക് RTLനകത്ത് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ലോജിക് ഫാമിലി ബട്ട് ഇറ്റ് ഹാസ് ബിക്കം ഒബ്സലീറ്റ് നൗ എന്ന് വെച്ചാൽ കുറേ മുന്നേ ഉണ്ടായിരുന്ന ഏർലിയസ്റ്റ് ലോജിക് ഫാമിലി ആയിരുന്നു. ഇപ്പോൾ അതെന്തില്ല, അപ്പം അത് പഴയതായിപ്പോയി, ഇപ്പോൾ നിലവിലല്ല, പഴയതായിപ്പോയത്. അതാണ് അവർ പറയുന്നത്. അതുപോലെ RTL വർക്കിംഗ് ആസ് എ NOR ഗേറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബിലോ. RTL എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാം RTL എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു RTL ആയത് കാരണം റെസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്റേഴ്സുമായിരിക്കും ഇതിനകത്ത് കാണപ്പെടുന്നത്. ഇതിനകത്ത് നമ്മൾ നോക്കൂ, 2 ട്രാൻസിസ്റ്ററുകൾ വരച്ചിട്ടുണ്ട്, Q1 ആൻഡ് Q2 ട്രാൻസിസ്റ്റർ. Q1 എന്ന് പറഞ്ഞ ഒരു ട്രാൻസിസ്റ്ററും അതുപോലെ Q2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററും നമ്മൾ ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. അതുപോലെ Q2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് നമ്മൾ B എന്ന് പറഞ്ഞിട്ടൊരു ഇൻപുട്ട്, R2 എന്ന് പറഞ്ഞ റെസിസ്റ്റർ വഴിയും Q1 എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് A എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻപുട്ട് R1 എന്ന് പറഞ്ഞ റെസിസ്റ്റർ വഴി നമ്മൾ കണക്ട് ചെയ്തു. ഒരു VCC നമ്മൾ കണക്ട് ചെയ്തു, ഒരു VCCയും അതുപോലെ തന്നെ ഒരു RC എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്ററും ഔട്ട്പുട്ട് Y എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനും ഒരു ഗ്രൗണ്ട് സെക്ഷനും നമ്മൾ എന്ത് ചെയ്യും, സർക്യൂട്ടിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ചിത്രം വരച്ചിട്ടുള്ളത്. നോക്കൂ, Q1 ട്രാൻസിസ്റ്റർ, Q2 ട്രാൻസിസ്റ്റർ,
ആർ എ എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ആർ ബി എന്ന് പറഞ്ഞ റെസിസ്റ്റർ, ആർ സി എന്ന് പറഞ്ഞ റെസിസ്റ്ററുകളും ഒരു ഗ്രൗണ്ടും ഒരു വി സി സിയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്, റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ലിമിറ്റ് ബേസ് കറൻറ്റ്. ബേസ് കറൻറ്റുകളെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, നമുക്കിതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറയാം. വർക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യൂ. വെൻ എ ഈക്വൽ ടു ബി ഈക്വൽ ടു 0, എയും ബിയും 0 ആകുന്ന കണ്ടീഷൻ. അതിനകത്ത് എന്താ പറയുന്നു നോക്കൂ. വിത്ത് എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, ബോത്ത് ദ ട്രാൻസിസ്റ്റേഴ്സ് റിമൈൻ ഓഫ്. The current through RC is 0. The output voltage is equal to VCC, that is 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇൻപുട്ടും 1 ആണ്, 0 ആണെങ്കിൽ, ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് നോക്കൂ. രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ, ഇഫ് എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 0, രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ എന്താ ചെയ്യുക? ട്രാൻസിസ്റ്റർ Q1 എന്ന് പറഞ്ഞതും കട്ട് ഓഫ് റീജിയനിലായിരിക്കും, Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററും കട്ട് ഓഫ് റീജിയനകത്തായിരിക്കും കാണപ്പെടുന്നത്. കാരണം രണ്ട് ഇൻപുട്ടുകളും Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിലോട്ട് എ എന്ന് പറഞ്ഞ ഇൻപുട്ട് കടന്നു വരുന്നു, Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിലോട്ട് ബി എന്ന ഇൻപുട്ടാണ് കടന്നു വരുന്നത്. രണ്ട് ഇൻപുട്ടും 0 ആണെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ Q1, Q2 എന്നത് കട്ട് ഓഫ് റീജിയനിലായിരിക്കും കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ എന്താ? രണ്ട് ട്രാൻസിസ്റ്ററും ഓഫായിട്ടായിരിക്കും കിടക്കുക. ഇതിനകത്ത് നമ്മുടെ ഫൈനലായിട്ടുള്ള സർക്യൂട്ട് എങ്ങനെയായിരിക്കും? ആർ സി റെസിസ്റ്റർ ഉണ്ടായിരിക്കും. രണ്ട് ട്രാൻസിസ്റ്ററും ഓപ്പൺ സർക്യൂട്ടായിട്ട് കിടക്കുന്നു. രണ്ട് ട്രാൻസിസ്റ്ററും ഓപ്പൺ സർക്യൂട്ടായിട്ട് കിടക്കും. കണ്ടോ? Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററും Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ സെക്ഷനും ഞാൻ എന്തായിട്ട് മാറ്റി? ഇവിടെ കണ്ടോ? ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഇൻപുട്ടും നമ്മൾ 0 ആണ്, ബി എന്ന് പറഞ്ഞ ഇൻപുട്ടും 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വി സി സിയിൽ നിന്നും പോകുന്ന നേരെന്ത് ചെയ്യും? ഔട്ട്പുട്ട് വൈ എന്ന് പറഞ്ഞ ഔട്ട്പുട്ടിലോട്ട് നേരെ കറണ്ട് ഇങ്ങോട്ട് ഔട്ട്പുട്ട് പോകുന്നു. കാരണം ഇതുവഴി പോയാൽ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്, അതുപോലെ ഇവിടെയും ഓപ്പൺ സർക്യൂട്ടാണ്. സോ എന്ത് ചെയ്യുന്നു? വി സി സി നേരെ ഔട്ട്പുട്ടിലോട്ട് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടുന്നു. കാരണം നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, എ എന്ന് പറഞ്ഞത് 0 ആണ്, ബി എന്നതും 0 ആണ്. ഇതിൻ്റെ ഫൈനൽ സർക്യൂട്ട് എങ്ങനെ വരും? ആർ സി വരും. രണ്ടും ഓപ്പൺ ആയിട്ട് കിടക്കുന്നു. രണ്ടും ഓപ്പൺ സർക്യൂട്ടറി ആയിട്ട് കിടക്കുന്നു. ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് രണ്ടും കിടക്കുക. എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ആർ സിയിൽ നിന്നും, ആർ സി എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂവിൽ നിന്നും എന്ത് ചെയ്യും? കറണ്ട് നേരെ നമുക്ക് ഔട്ട്പുട്ടിലോട്ട് പോകുന്നു. അങ്ങനെ വൈ ഈസ് ഈക്വൽ ടു 1 ആയിട്ട് നമുക്ക് കിട്ടും. എ ഈക്വൽ ടു 0 ആണെങ്കിലും ബി ഈക്വൽ ടു 0 ആണെങ്കിലും Q1, Q2 എന്ന് പറഞ്ഞ രണ്ട് ട്രാൻസിസ്റ്ററുകളും ഓഫ് ആയിട്ടിരിക്കുന്നു. അതേസമയം വി സി സി വഴി, ആർ സി വഴി നമ്മുടെ ഔട്ട് നേരെ എവിടെ എത്തും? വൈ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് സെക്ഷനിലോട്ട് എത്തുന്നു. അതാണ് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ. ഇതുപോലെ നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കൂ. എ എന്ന് പറഞ്ഞത് 0യും ബി എന്നത് 1ഉമാണെങ്കിൽ, എ 0യും ബി 1ഉമാണെങ്കിൽ Q2 ട്രാൻസിസ്റ്റർ, Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഓഫായിട്ട് കിടക്കുന്നു. എ 0യും ബി 1ഉമാണെങ്കിൽ Q1 ഓഫായിരിക്കും, അഥവാ കട്ട് ഓഫ് റീജിയനിലായിരിക്കും. കാരണം Q1നകത്ത് പോകുന്ന എ എന്ന് പറഞ്ഞ ഇൻപുട്ട് 0 ആയിട്ടിരിക്കുന്നു. അതുപോലെ ബി എന്ന് പറഞ്ഞത് Q2ൻ്റെ ബേസിലോട്ട് പോകുന്നു. അതെന്താണ്? 1 ആണ്, അഥവാ ഹൈ ആയിട്ടുള്ള വാല്യൂ ആണ്. സോ Q2 ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓൺ ആയിരിക്കും. Q1 ഓഫായിരിക്കും, Q2 എന്നത് ഓൺ ആയിരിക്കും. അപ്പം നമ്മുടെ സർക്യൂട്ടറി എങ്ങനെ കിട്ടും? ആർ സി എന്ന് പറഞ്ഞൊരു റെസിസ്റ്ററും ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് Q1ൻ്റെ സെക്ഷനും ക്ലോസ്ഡ് സർക്യൂട്ടായിട്ടുള്ള Q2ൻ്റെ സെക്ഷനും നമുക്ക് കിട്ടുന്നു. ഇവിടെ ഓപ്പൺ സർക്യൂട്ടായിട്ട് കിടക്കുന്നു, ഇത് ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നു. നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഔട്ട്പുട്ട് ആർ സി റെസിസ്റ്റർ വഴി ഈ ഷോർട്ട് സർക്യൂട്ട് വഴി നമുക്ക് എന്ത് കിട്ടും? ഗ്രൗണ്ടിലെത്തുന്നു. ഷോർട്ട് സർക്യൂട്ട് വഴി ഗ്രൗണ്ടിലെത്തുന്നു. അങ്ങനെ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്നത് 0യും ബി എന്നത് 1ഉമാണെങ്കിൽ Q1 ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലും Q2 ട്രാൻസിസ്റ്റർ ഓൺ കണ്ടീഷനിലുമായിരിക്കും. Q1 എന്ന് പറഞ്ഞത് ഓപ്പൺ സർക്യൂട്ടറി കണ്ടീഷൻ ആയിരിക്കും. നമ്മുടെ കണക്റ്റ് ചെയ്തിട്ടുള്ള VCC RC വഴി Q2 എന്ന് പറഞ്ഞ ഷോർട്ട് സർക്യൂട്ടറി പാത്ത് വഴി ഗ്രൗണ്ടിലെത്തുന്നു. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് 0 എന്നത് കിട്ടുന്നു. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇതുപോലെ മൂന്നാമത്തെ കണ്ടീഷൻ നമ്മൾ കാണിക്കും. A = 1 ആണ്, B = 0 ആണ്. അങ്ങനെയാണെങ്കിൽ A 1 ആയിരിക്കുമ്പോൾ Q1 ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലെത്തുന്നു എന്ന് വെച്ചാൽ ഓൺ ആയിട്ട് കിടക്കുന്നു. Q2 ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിൽ കിടക്കുന്നു എന്ന് വെച്ചാൽ കട്ട് ഓഫ് റീജിയനിൽ കിടക്കുന്നു. Q1 ട്രാൻസിസ്റ്റർ എന്നത് ഓണും Q2 ട്രാൻസിസ്റ്റർ എന്നത് ഓഫായിട്ടും കിടക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ സർക്യൂട്ടറി എന്ന് പറഞ്ഞാൽ RC വഴി ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓപ്പൺ സർക്യൂട്ടായിട്ട് കിട്ടുന്നു. ഇത് നമ്മൾക്ക് ഓപ്പൺ സർക്യൂട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൗണ്ടിനകത്തേക്ക് ഈ RC വഴി ഈ ഷോർട്ട് സർക്യൂട്ടറി പാത്ത് വഴി ഗ്രൗണ്ടിലെത്തുന്നു. അങ്ങനെ നമ്മുടെ ഔട്ട്പുട്ട് Y = 0 എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. A = 1ഉം B = 0 ആണെങ്കിൽ Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ എന്തായിരിക്കും, ഓൺ ആയിരിക്കും. Q2 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യില്ല, ഇതിനകത്ത് കൂടെ ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. VCC വഴി RCയിലൂടെ എന്ത് ചെയ്യും, VCC RC വഴി നേരെ Q1 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ ഷോർട്ട് സർക്യൂട്ട് വഴി ഗ്രൗണ്ടിലെത്തുന്നു. നമുക്ക് ഔട്ട്പുട്ട് 0 എന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ ലാസ്റ്റത്തെ കണ്ടീഷനാണ് നമ്മുടെ 1 1. രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, A = 1ഉം B = 1ഉം ആണെങ്കിൽ Q1 ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നു. സിമിലർലി Q2 ട്രാൻസിസ്റ്ററും ഓൺ ആയിരിക്കും. രണ്ട് ട്രാൻസിസ്റ്ററുകളും സാച്ചുറേഷൻ റീജിയനിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫൈനൽ സർക്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. രണ്ടും എന്താണ്, RC എന്നത് VCC എന്നത് RC വഴി നേരെ അകത്ത് നമ്മൾ VCC RC വഴി നേരെ എന്ത് ചെയ്യും, ഗ്രൗണ്ടിലോട്ട് എത്തുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും 0 എന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇത്രയാണ് നമ്മുടെ RTL ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. RTL ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ നോയ്സ് മാർജിൻ ആയിരിക്കും, പുവർ ഫാൻ ഔട്ട് ആയിരിക്കും, ലോ സ്പീഡായിരിക്കും, ഹൈ പവർ ഡെസിപ്പേഷൻ ആയിരിക്കും. ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് RTL എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഇത്രയും ഈ റെസിസ്റ്റർ ട്രാൻസിസ്റ്റർ ലോജിക്കിൽ ഇതോടുകൂടി നമ്മൾ ക്ലാസ് എൻഡ് ചെയ്യാണ്. അടുത്ത സെക്ഷൻ നമ്മൾ ഡയോഡ് ട്രാൻസിസ്റ്റർ ലോജിക് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.